EMSന്റെ ചിന്തകളും നിലപാടുകളും പുതിയ കാലത്തോട് ചേർത്ത് വായിച്ചും അപഗ്രഥിച്ചും 2 ദിവസം നടന്ന സെമിനാറിന് പെരിന്തൽമണ്ണയിൽ സമാപനം. പാർലമെന്റ് അംഗങ്ങളെ കൊണ്ട് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നതെന്നും തീവ്ര വലതുപക്ഷത്തിന് മേൽക്കൈയുള്ള രാജ്യത്ത് കേരളത്തിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ ചെറിയ കാര്യമല്ല എന്നും CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പറഞ്ഞു. മലപ്പുറം EMS സ്മാരക ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന EMSന്റെ ലോകം ദേശീയ സെമിനാർ 27ാം പതിപ്പ് സാർത്ഥകമായ സംവാദങ്ങളുടേതായിരുന്നു. ജീവിതത്തിന്റെ സർവ്വമേഖലകളെയും സ്പർശിച്ച ചർച്ചകളാണ് 2 ദിവസം നടന്നത്. കേരളത്തിലെ ഭരണ തുടർച്ച തീവ്ര വലതുപക്ഷത്തിന് ഇഷ്ടമായില്ലെന്നും ഇടതുമുന്നണിയുടെ അടിത്തറ നഷ്ടപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുവെന്നും CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പറഞ്ഞു. 2ാം ദിവസം ദേശീയ രാഷ്ട്രീയം EMSന് ശേഷം എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു A. വിജയരാഘവൻ. EMS കടന്നു വന്ന ഒരു കാലം, അത് കൊളോണിയലിസത്തിനെതിരായ സമരത്തിൻ്റെ കാലമാണ്. അദ്ദേഹം കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങളുടെ ഒരു കാലമാണ്. തൻ്റെ സർവകലാശാല പഠനം പൂർത്തിയാക്കി അദ്ദേഹം എടുത്തിയാടുകയും ജയിലിൽ പോവുകയും ചെയ്തു. ഇന്നത്തെ കേരളത്തിലാണെന്ന് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. 23 വയസ്സായ നമ്മുടെ എല്ലാം സമർപ്പിക്കപ്പെടുന്നത്. എന്നാൽ ആ പ്രായത്തിൽ സെക്കൻഡ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നേരെ ജയിലിലേക്ക് പോവുകയാണ്. അതാണ് കൊളോണിയൽ വിരുദ്ധ കാലത്തിൻ്റെ പ്രത്യേകതയും ആ കാലഘട്ടം സൃഷ്ടിച്ച അവബോധത്തിൻ്റെ പ്രത്യേകതയും. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ നേരെ ജയിലിലേക്ക് പോവുകയാണ്. 25 വയസ്സാകുമ്പോഴേക്ക് ജയിൽവാസം കഴിഞ്ഞ് തിരിച്ച് എത്തുകയാണ്. CS സുജാത, ഡോക്ടർ KN ഗണേഷ്, KT കുഞ്ഞിക്കണ്ണൻ, പ്രൊഫസർ C. രവീന്ദ്രനാഥ്, ഡോക്ടർ തോമസ് ഐസക്, പ്രൊഫസർ MM നാരായണൻ, M. സ്വരാജ്, വെങ്കിടേഷ് രാമകൃഷ്ണൻ, TM ഹർഷൻ, മനില C. മോഹൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു. കൈരളി ന്യൂസ്, മലപ്പുറം.